ഹലോ എവരിബാഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചർച്ചയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു പ്രശ്നമാണ്, അതുപോലെ തന്നെ കുറച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ. അത് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവമൊക്കെ വെച്ചിട്ടാണ്. എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടായേക്കാം. പക്ഷേ ഇതെൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വഴി. പക്ഷേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓക്കെ ഈ ഒരു വീഡിയോ വെച്ച്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ പ്രശ്നം, അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. 18ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലത്ത് സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള ആളുകളെല്ലായിരുന്നു ആവശ്യം. പറയുന്ന ജോലി കൃത്യമായി അനുസരണത്തോടു കൂടി ചെയ്യുന്ന അടിമകളായ തൊഴിലാളികളായിരുന്നു ആവശ്യം. പാർലിജി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ക്രിട്ടിക്കൽ തിങ് ഇവയെല്ലാം തൂക്കിയെടുത്ത് തോട്ടിലെറിഞ്ഞ് ജീവിതത്തിന്റെ ആനന്ദവും സന്തോഷവും ചോറ്റുപാത്രത്തിൽ കുത്തി നിറച്ച് നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ജീവിതത്തിൽ വിജയിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് കൊല്ലുന്ന ഈ സിസ്റ്റം മാറണോ, അതോ ഒരു 100 വർഷം കഴിഞ്ഞ് മാറിയാൽ മതിയോ? വെൽക്കം ടു ദി ഷോ. ഇന്നത്തെ നമ്മുടെ ഷോയുടെ അതിഥികൾ 10ാം ക്ലാസ്സിലും +2നും ഫുൾ A+ നേടിയ ഷ്യാമിൻ്റെ അച്ഛനും സാമൂഹ്യ പ്രവർത്തകനുമായ ST സുധാകരൻ. നമസ്കാരം. CJP പ്രതിനിധി റോഷൻ സൽമാൻ. സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനുമായ ജോമോൻ മോസസ്. ആധുനിക മനഃശാസ്ത്രജ്ഞ ദീപ്തി മേനോൻ. വെൽക്കം ടു ദി ഷോ. അതിൻ്റെ ചാൾസ് അങ്ങനെ ഒരു വർത്താനം, അതായത് പറ്റിക്കൽ, എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം ഒരു പറ്റിക്കൽ എന്നൊക്കെ. അതായത് അതെന്ത് വർത്താനോ അത് ചാൾസേ? ഒരുമാതിരി കോൺസ്പിറസി തിയറിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ. കാരണം ഇതൊരു യൂണിവേഴ്സൽ യൂണിഫോം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു നിയമ സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു യൂണിവേഴ്സലായിട്ട് ഒരു ജനറൽ സിസ്റ്റമാണിത്. ഇത് വർക്കിംഗ് ആണ്. നമ്മൾ ഡോക്ടേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്, എഞ്ചിനീയേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർത്താനം താങ്കളുടെ വായിന്ന് കേട്ടതിൽ ഞാൻ വളരെയധികം എനിക്കൊരു എന്തോ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ ഈ വേദി വെച്ച് തന്നെ അത് മാറ്റി പറയണം. കാരണം ഇത് പല ആൾക്കാർക്കുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം ആകെ പ്രശ്നമാണ്. താങ്കളിത് മാറ്റി പറയുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുധാർ, അങ്ങനെയല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നല്ല ഡോക്ടേഴ്സുണ്ട്, നമുക്ക് നല്ല എഞ്ചിനീയേഴ്സുണ്ട്, പക്ഷെ നമുക്ക് നല്ല ആക്ടേഴ്സിന് വേണം, നമുക്ക് നല്ല ഫുട്ബോളേഴ്സിന് വേണം, നമുക്ക് നല്ല കച്ചവടക്കാരനെ വേണം, നമുക്ക് നല്ല കാർപ്പൻറ്റേഴ്സിനെ വേണം, നമുക്ക് നല്ല കർഷകനെയും വേണം, നമുക്ക് അതുപോലെ നല്ല രാഷ്ട്രീയക്കാരനെയും വേണം. ഇവരെ വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഇന്നില്ല. ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയും പാടത്ത് കൃഷി ചെയ്യുന്ന ജോലിയും അഭിമാനത്തോട് കാണുന്ന ഒരു സമൂഹം നമുക്കിന്നില്ല. അത് കൊള്ളാലോ. അതായത് ലോകത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം അത് വിദ്യാഭ്യാസ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോയിട്ടോ. സുധാകർ, ഞാൻ നിങ്ങളിലേക്ക് വരാം. റോഷൻ സൽമാൻ, അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എനിക്കൊരു ജെൻസി ന്യൂ ജനറേഷൻ അഭിപ്രായം കേൾക്കണമെന്ന് ഭയങ്കര താല്പര്യം. നിങ്ങളുടെ പ്രവർത്തനം അല്ല അടിപൊളിയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി. അതായത് നിങ്ങൾക്ക് പവർ ഉണ്ട്, നിങ്ങൾ കാണിച്ചു കൊടുത്തു. അതായത് നിങ്ങളൊരു മന്ത്രിയെ വരെ ഇറക്കി. വാവ്, ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് വിടാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അവസ്ഥ? റോഷൻ സൽമാൻ. ഓക്കെ ചാൾസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓരോരുത്തരും എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കാണുന്നു അതായത് ഒരു തൊഴിൽ മാത്രം ലഭിക്കുന്ന ഒരു രീതിയായിട്ടാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ചെക്കന്മാരായാലും അതായത് ജസ്റ്റ് ഒരു ജോലി നേടുക, അതേപോലെ ലൈഫിൽ സെറ്റിൽ ആകുക, ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാവരും കരുതുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്തെടുക്കാനോ അത് നമുക്ക് സാഹചര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കും. കേരളമാണ്, സാഹചര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് നടക്കും. പക്ഷേ ഈ ഒരു സാഹചര്യമില്ലായ്മ വെച്ചിട്ടും നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പല ആൾക്കാരും ചെയ്യുന്നില്ല. പല ആൾക്കാരും അവരുടെ ആഗ്രഹങ്ങളെ താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ അടിച്ചമർത്തി അവർ ജീവിക്കുക. അവരിങ്ങനെ ഒരു ആർക്കാണ്ടും വേണ്ടിയുള്ള ജീവിതമാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വളരെയധികം മിക്കൊരു പങ്ക് അവർ വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സമൂഹവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ ഓരോ ഫാമിലികളും, അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്ന ഇതിൽ ഒരു അഭിമാനം കൊള്ളുകയും അതേപോലെ അതിൽ ജീവിക്കാൻ പറ്റുമെന്നൊരു ഹോപ്പ് പോലും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് പോലും ഒരു സമൂഹവും ഒരു ഫാമിലി ഇപ്പം നമുക്ക് കൊടുക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു സമൂഹം അല്ലെങ്കിൽ ഇങ്ങനൊരു ഫാമിലി നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കാലം, ആ ഒരു സ്കൂൾ സിസ്റ്റം, ആ ഒരു കാലം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാലം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ജെൻസിയുടെ അഭിപ്രായം. അടുത്ത നമുക്കൊരു സാമൂഹിക നിരീക്ഷകനായ
ജോമോൻ മോസസിലേക്ക് പോവാം. ജോമോൻ മോസസ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? താങ്കൾ ഒരു എഴുത്തുകാരനാണ്. താങ്കൾ ഒരുപാട് വിവാദ വിഷയങ്ങളിൽ നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ താങ്കൾ ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതൊരു സമൂഹത്തെ വളർത്താനും താഴ്ത്താനും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതായത് ലോകത്ത് എവിടെയായാലും. അതായത് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് അതായത് ഇതിനെല്ലാത്തിനും കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, സമൂഹമാണ്, അതായതാണെന്ന്. ഇതിനെല്ലാത്തിനും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരീശ്വരവാദത്തിൻ്റെ വളർച്ചയും അത് നിരീശ്വരവാദം തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു പിള്ളേർക്കും ഒരു വിദ്യാർത്ഥികൾക്കും ഒരാൾക്ക് പോലും ദൈവവിശ്വാസവും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരുത്തിനും പള്ളിയിലും പോകത്തില്ല, അമ്പലത്തിലും പോകത്തില്ല. ഞാൻ പുതുതായി എഴുതിയ നിരീശ്വരവാദവും സാമൂഹ്യ വിരുദ്ധ എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ടെൻഡൻസി കൂടുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ വർദ്ധിക്കുന്നത് മറ്റൊരു കാലഘട്ടത്തിലില്ലാത്ത പോലെ. ഇതിന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിരീശ്വരവാദമാണ് ഇതിന് ഏറ്റവും വലിയൊരു വളവായി മാറുന്നത്. അതായത് നമുക്കുള്ള പ്രാർത്ഥന കുറവും അതേപോലെ ദൈവവിശ്വാസമില്ലായ്മയെ പറ്റി ഞാൻ ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിച്ചു നോക്കാം. അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റായ www.jomonmoses.in അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ എവിടെ വേണം തപ്പിയാൽ കിട്ടും. ഓക്കെ, അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാതെ ഇതിനും എല്ലാത്തിനും കാരണം വിദ്യാഭ്യാസ സിസ്റ്റമാണ്, പിള്ളേരുടെ ആത്മഹത്യ കൂടുന്നത് എന്നൊന്നും പറയാതിരിക്കേ. കൊള്ളാൻ ജോമോൻ സാർ. ഓ, നിങ്ങൾ അടിപൊളി. നിങ്ങൾ അതിനെപ്പറ്റി ഒരു കിതാബ് പോലെ എഴുതിയോ? കൊള്ളാം, പൊളി. എന്തിനാ മോനെ ചിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും കോമഡി എന്തെങ്കിലും പറഞ്ഞോ? ഇതിനൊന്നും വിലയില്ല. ഇത് തന്നെ ഞാൻ പറയുന്നേ. എല്ലാം പരിഹാസമാണ് ഇന്നത്തെ ഈ കാലത്ത്. അതുകൊണ്ടല്ലേ ഇപ്പം അനുഭവിക്കുന്നത്. ജോമോൻ, ഞാൻ നിങ്ങളുടെ പുസ്തകം വായിച്ചിരുന്നു. ആസ് എൻ എയ്ത്തിസ്റ്റ് എനിക്ക് നിങ്ങളുടെ പുസ്തകമായിട്ട് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലുമുണ്ട്. പക്ഷേ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. നിങ്ങളുടെ ഈ ആശയം എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുമെന്ന് വ്യക്തമായിട്ടൊന്ന് പറയാൻ പറ്റൂ? ആൾസെ, നിനക്കത് മനസ്സിലാകത്തില്ല. കാരണം താനൊരു നിരീശ്വരവാദിയാണോ? തനിക്കത് മനസ്സിലാകത്തില്ല. കാരണം എനിക്കറിയായിരുന്നു ഇങ്ങനത്തെയൊക്കെ ഡിസഗ്രിമെൻസും ഇങ്ങനത്തെ കുറേ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നു ആദ്യമേ തന്നെ. ഞാൻ ബുക്ക് എഴുതിയപ്പോൾ തന്നെ എനിക്കറിയാം ഇങ്ങനത്തെ. കാരണം ഈ ബുക്കിൻ്റെ പേര് തന്നെ നിരീശ്വരവാദവും സാമൂഹിക വിരുദ്ധതയും. അതാണ് ബുക്കിൻ്റെ പേര് തന്നെ. അതായത് നിരീശ്വരവാദികളും അതുപോലെ പല ഡിസഗ്രിമെൻസും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതായത് ഇതൊരു മതവിശ്വാസിയുടെ കണ്ണിൽ നിന്ന് നമ്മൾ വായിക്കണമായിരുന്നു. നിങ്ങൾ നിരീശ്വരവാദിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് വിശുദ്ധ ഖുർആനെയും വിശുദ്ധ ബൈബിളിനെയും വിശുദ്ധ ഭഗവത്ഗീതേനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു വിശ്വാസിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ വേദി വെച്ചിട്ട് ഇതിനോട് തർക്കിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇതിനെ വിശ്വസിപ്പിക്കണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞു. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് നിങ്ങളെ പറഞ്ഞത് ബോധിപ്പിക്കാനൊന്നും എനിക്ക് സമയമില്ല. കാരണം ഇതൊരു വിശ്വാസി നിരീശ്വരവാദിക്കുള്ളതല്ല. ഇത് തനിയൊരു വിശ്വാസിയുടെ ഒരു ഡയറി പോലെ ആയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ആശയങ്ങളാണിത്, അല്ലാതെ നിരീശ്വരവാദികൾക്കുള്ളതല്ല ഇത്. ഞാൻ ജോമോൻ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതായത് ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അതായത് നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു കറക്റ്റ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു യൂണിഫോം സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് പ്രാക്ടിക്കൽ അല്ല. അതായത് എൻ്റെ മകനും ഉണ്ടാവും ഈ സിസ്റ്റത്തിൽ കുറേ ഡിസ്കംഫോർട്ട്സും അതേപോലെ ഡിസാറ്റിസ്ഫാക്ഷൻസും അവനുണ്ടാവും. പക്ഷെ ഇതുവരെയായിട്ട് അവൻ എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം പൊള്ളയാണ്. പിന്നെ നമ്മൾ ഒന്നിച്ച് നമ്മളൊക്കെ പഠിച്ചു വന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെയല്ലേ. എനിക്ക് ഡിസ്കംഫോർട്ട് തോന്നിയിട്ടില്ല. അതേപോലെ എൻ്റെ മകന് ഇതുവരെയായിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇവിടെ മൊത്തം പ്രശ്നമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം പൊള്ളയാണ്. ഇതുവരെയായിട്ട് അവൻ എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല. സാറേ, അത് ഏത് മക്കളാണ് ഇപ്പോൾ സ്വന്തം പാരൻസിനോട് ഇതൊക്കെ പറയുക? റോഷൻ, let me complete. We are having a healthy discussion. So, yeah, let me complete. We are not in a debate. So, അതായത് എൻ്റെ മകൻ 10നും +2 ഫുൾ A+ മേടിച്ചു. അവൻ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവൻ പപ്പ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു അങ്ങനെ ഒരു ഫാമിലി സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ വളർത്തിയത് പിള്ളേരെ. ഓക്കെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. നിങ്ങളുടെ ഫാമിലിയിലെ ഒരു കുട്ടി പറയാണ് പപ്പ അതായത് ഞാനൊരു ഗേ ആണ്, നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യുക? ഒട്ടുമിക്ക
ഫാമിലികളിലും അതായത് അവരോട് പറയുന്ന അതായത് അവർക്ക് പറയാനുള്ള സ്പേസ് പോലും ഇല്ല. പക്ഷെ എൻ്റെ മകനൊരു ഗേ ആണ്. അവനോട് തുറന്നു പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പിള്ളേർക്ക് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, സ്വയം ചോയ്സുകളുണ്ട്. ഞാൻ ചോയ്സ് കൊടുക്കുന്ന അതായത് പിള്ളേർക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് എൻ്റെത്. താങ്കളുടെ മകനൊരു ഭാഗ്യവാനായിരിക്കും. അതായത് താങ്കൾ ഫ്രീഡം കൊടുക്കും, താങ്കളൊരു മോഡേൺ ഫാമിലിയാണ്. ഓക്കെ, അതായത് അതൊരു ഭാഗ്യമുള്ളൊരു താങ്കളുടെ മകന് ഭാഗ്യമുള്ളൊരു ഫാമിലിയാണ് ജനിച്ചത്. പക്ഷേ ഇവിടെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ജനിക്കുന്ന അങ്ങനത്തെ ഒരു ഫാമിലി അല്ല. താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ മകനൊരു ഗേ ആണെന്ന്. ഒട്ടുമിക്ക ഫാമിലികൾ അംഗീകരിക്കത്തില്ല. താങ്കൾക്കും അറിയാലോ. അതായത് അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു കോറായ കാരണക്കാരൻ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അത് താങ്കൾ ഇഗ്നോർ ചെയ്യുന്നതാണോ, താങ്കളത് അറിയാത്ത പോലെ നടക്കുകയാണോ, അതോ എനിക്കൊന്നും അറിയില്ല. പക്ഷേ സെയിം വേ രണ്ടും ഒന്ന് തന്നെ, വാക്കൊന്ന് തന്നെ. പക്ഷേ താങ്കളത് അങ്ങനെ നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇഗ്നോർ ചെയ്ത് ജീവിക്കുകയാണോ എന്ന്. കാരണം ഒരുപാട് പിള്ളേർ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രോബ്ലംസ് നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക പാരൻസും അത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് പിള്ളേർ പഠിക്കുക, ജോലി നേടുക, പിന്നെ അവരെ നോക്കുക. പിന്നെ പിള്ളേർ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പാരൻസിനെ നോക്കുന്നില്ല. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ അങ്ങ് വരും. അതായത് ഇതൊരു മാറേണ്ട രീതിയാണ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് നമുക്കൊരു പ്രൊഫഷനിലേക്ക് പോവാം. ദീപ്തി മാഡം, അതായത് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ, അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ ആത്മഹത്യ വർധനം, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു പുറകിലുള്ള മെയിൻ റീസൺസ്? അതായത് നിങ്ങളുടെ സൈക്കോളജിയിൽ അതായത് മെൻ്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണോ? എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് കൂടുതൽ സയൻറ്റിഫിക് ടേംസ് ഒന്നും ഉപയോഗിക്കരുത്, കാരണം സാധാരണക്കാരാണ്. അതുകൊണ്ട് മാഡം നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. ചാൾസേ, ഞാൻ ശ്രദ്ധിക്കുക. അതായത് ഞാൻ സയൻറ്റിഫിക് ടേംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, എനിക്കറിയാം. ഓക്കെ എന്നാലും ഓർമ്മിച്ചത് നന്ദി. അതായത് ശരിയാണ്, നമുക്ക് ആദ്യം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുടുംബങ്ങളായാലും നമ്മുടെ സമൂഹമായാലും അതായത് മെൻ്റൽ ഹെൽത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്തൊരു സമൂഹം തന്നെയാണ്. നമ്മുടെ വിദേശ രാജ്യത്തിനാണെങ്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വീട്ടിൽ പറയാം. അതുപോലെ തന്നെ നേരത്തെ സാർ മെൻഷൻ ചെയ്ത പോലെ തന്നെ, അതായത് നമ്മുടെ സുധാകരൻ സാർ മെൻഷൻ ചെയ്ത പോലെ തന്നെ വീട്ടിൽ പറയാം. അതുപോലെ ഇവർക്ക് മെൻ്റൽ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഇവർക്ക് തെറാപ്പികളുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ, നേരത്തെ ജോമോൻ സാർ പറഞ്ഞ കാര്യത്തിൽ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അതായത് ഈ പ്രശ്നത്തിനെല്ലാം കാരണം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നത്തിന് മെയിൻ കാരണം ഒരു റീസൺ അത് ദൈവവിശ്വാസം ഇല്ല. അതൊക്കെ എനിക്ക് വല്ലാത്ത ആശ്ചര്യമായി. ദീപ്തി മാഡം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയല്ല, ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നത്. ഇങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്. ജോമോൻ ഞാൻ തീർക്കട്ടെ ജോമോനെ. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ജോമോൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാത്ത കേടൊന്നുമില്ല. അതായത് ജോമോൻ പറഞ്ഞ കാര്യത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം അത് ദൈവവിശ്വാസമില്ലായ്മയാണ്, പ്രാർത്ഥന കുറവാണ്. അതായത് നമുക്കൊരു രോഗശാന്തി ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ 10 നന്മ പറഞ്ഞു പറയുമ്പോൾ ചെല്ലിയാൽ മതി, അല്ലെങ്കിൽ 10 മാതാവിൻ്റെ സുഹൃദയമം ചെല്ലിയാൽ മതി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വായിച്ചാൽ മതി, ബൈബിളിൽ എന്തെങ്കിലും പാരായണം ചെയ്താൽ മതി, സൂപ്പർ നാച്ചുറൽ ശക്തികൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കാരണം ഇത് ഒരിക്കലും അതായത് ഇത് വർക്കിംഗ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് ഇല്ലായ്മ കൊണ്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അതൊരു അടിസ്ഥാനരഹിതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പരിഹസിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് അതിൽ ചിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പറയുന്നതുകൊണ്ടോ എനിക്കോ അല്ലെങ്കിൽ ഇനി അറിയില്ല, നിങ്ങളപ്പം സൈഡ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അതായത് ഇതൊക്കെ പരിഹസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് അതായത് പരിഹാരമില്ല, പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. പക്ഷെ എല്ലാത്തിനുള്ളൊരു പരിഹാരം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആര് പറഞ്ഞടോ ഇതിൻ്റെ എല്ലാത്തിനും പരിഹാരം ഇതാന്ന്? നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ? ജോമോൻ നിങ്ങൾക്ക് അവസരം നൽകാം. ഒന്ന് നിൽക്കുക അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് നമുക്കിവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിലെ കുറവാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടതാണ്. അതായത് ഒരു സ്വാമി പറയാണ്, അതായത് എനിക്ക് പറക്കാൻ പറ്റും, തെലുങ്കാനയിലുള്ളൊരു സ്വാമിയാണ്. അപ്പോൾ പുള്ളി ഒരു 49 വയസ്സുള്ള ഒരാളാണ്. പുള്ളിക്ക് പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മലേൻ്റെ വണ്ടയിൽ നിന്ന് എടുത്തിയാടി കുറേ പേര് നോക്കിക്കുമ്പോൾ പുള്ളി സ്പോട്ടിൽ മരിച്ചു.
അതായത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും കൂടുന്നുണ്ട്. പണ്ടുകൊണ്ട് അന്ധവിശ്വാസം, ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ ജോമോൻ സാറിനെ പോലത്തെ ആൾക്കാർ വന്നിട്ട് പിന്നെ ഇതൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായ അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, പക്ഷെ ചെറിയ ചെറിയ അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ഹെൽപ്പ് ചെയ്യുന്നില്ല. അതായത് ഇതൊരു പൂർണ്ണ സൊല്യൂഷൻസ് അല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഈ മെൻ്റൽ ഹെൽത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. അതേപോലെ നമ്മുടെ പിള്ളേരെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. അത് ചെറിയ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, അതായത് ആ ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ, അല്ലാതെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സും അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ഒരു സൊല്യൂഷൻസ്, അവർ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് ആ സൊല്യൂഷൻസ് അവർ കണ്ടെത്തി അവർ സ്വയം ജീവിക്കാൻ വേണ്ടി പഠിക്കണം. നേരത്തെ ദീപ്തി മാഡം പറഞ്ഞ കാര്യത്തോടെ എനിക്ക് കുറച്ച് കൂട്ടിച്ചേർത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് തൻ്റേടി എന്ന് പറഞ്ഞാൽ അവൻ മാറ്റി നിർത്തേണ്ടവനാണ്. പക്ഷേ അനുസരണം, അതായത് നമ്മുടെ അവതാരകനായ ചാൾസ് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് 18ാം നൂറ്റാണ്ടിൽ അതായത് ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത്, അതായത് അടിമകളെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്കൂൾ സിസ്റ്റം. അപ്പോൾ അതായത് ഏതൊരു പ്രശ്നം വന്നാലും അതിനോട് പ്രതികരിക്കാതെ, അതിനോട് നമ്മൾ തൻ്റെ ഇടത്തോടെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് സ്കൂൾ സിസ്റ്റം എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ എങ്ങനെ പറഞ്ഞാലും ഞാൻ എനിക്ക് അതിനോട് തീർത്തും വിയോജിപ്പ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ലോകം എന്ന് പറഞ്ഞാൽ അത് അൺഫെയർ ആണ്. റിയലായ ഒരു കാര്യം പറഞ്ഞാൽ അൺഫെയർ ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവർക്കും ഒരുപോലെയുള്ള സ്ഥിതിയല്ല. ലോകം അൺഫെയർ ആണ്. പക്ഷേ ഇവിടെ സ്ട്രൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് പച്ച പിടിക്കണമെങ്കിൽ, അങ്ങനെ തന്നെ പറയാം. സോ നമ്മൾ ഒരിക്കലും ഒരു ഫെയർ ആയ ഒരു മനുഷ്യനായിട്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഒരു അനുസരണ ഉള്ളവനായിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് റിയൽ വേൾഡിൽ ചെയ്യാൻ പറ്റണം. ആ ഒരു സ്ഥിതി എത്തിയാൽ മാത്രമേ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് എന്ത് വിചാരിച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റണം. ആ ഒരു സംഭവം നമ്മുടെ സ്കൂളുകൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല കൂടുതലായിട്ട്. കാരണം ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലെ സ്കൂളുകളിൽ, അതായത് 10ാം ക്ലാസ് വരെ നമുക്ക് തോന്നിയ പോലെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മുടി കെട്ടാൻ പറ്റില്ല. അതായത് അതൊരു യൂണിഫോം സിസ്റ്റമാണ്, സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ചോദിക്കാൻ, ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസിയിൽ സത്യം പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളാണ്, നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. പക്ഷേ ഇവിടെ സാറന്മാരും ഒരു അതോറിറ്റേറിയൻസ് അവരൊരു നിയമം ഉണ്ടാക്കും, അത് നമ്മൾ കേൾക്കണം. നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് അവസാനമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോ. എടോ, എനിക്കിപ്പോൾ ഈ പരിപാടി കണ്ടപ്പോൾ ശരിക്കും ഒരു കാര്യം മനസ്സിലായി. അതായത് ഇതൊരു തനി നിരീശ്വരവാദ പ്രൊപ്പഗണ്ട ചർച്ച തന്നെയായിരുന്നു. ഒരു എഡ്യൂക്കേഷൻ പൊള്ളയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം പൊള്ളയാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നിരീശ്വരവാദം ഒളിച്ചു കടത്തുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ബുക്കിൽ ഞാനിത് വ്യക്തമായിട്ട് ഇതുപോലെ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ചാൾസ് വായിച്ചതല്ലേ, അതായത് ആ ഒരു ഭാഗം വായിച്ചതായിരിക്കും. അതായത് ഒളിച്ചു കടത്തുന്ന നിരീശ്വരവാദം ഇതുപോലെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇവർ തന്നെ ഉണ്ടാക്കും, എന്നിട്ട് ഇവർ തന്നെ പറയും പ്രശ്നമാണെന്ന്. ഇപ്പോൾ ഈ ചർച്ചയിലും അത് തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് തനി ഒളിച്ചു കടത്തലാണ്. അതായത് ഇത് നിരീശ്വരവാദവും അതുപോലെയുള്ള പല നീചമായ ഓരോ ആശയങ്ങൾ എടുത്തിടാൻ വേണ്ടിയുള്ളൊരു മാർഗം മാത്രമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതായത് എന്നെ ഒരു കോമഡി പീസ്, മണ്ടൻ എന്നൊക്കെ ചിത്രീകരിച്ച്, അതായത് ഒരു ഒട്ടുമിക്ക വിശ്വാസികളും മണ്ടന്മാരെന്നും അല്ല വിഡ്ഢികളെന്നും എടുത്തു കാണിക്കുകയാണ് നിങ്ങളിവിടെ നിന്ന് ചെയ്യുന്നത്. അതായത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഈ എല്ലാ പ്രശ്നത്തിനും കാരണം നിരീശ്വരവാദം തന്നെയാണ്. ഞാൻ ഇന്നും നിങ്ങളെന്നെ കോമഡി പീസെന്നോ മണ്ടെന്നോ പൊട്ടെന്നോ ഒക്കെ വിളിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ അടിസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇനി ഇതുപോലെ ചർച്ചകൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് മാത്രമേ ഞാൻ ഇതിന് വരത്തുള്ളൂ. കാരണം ഇതൊരു തനിയൊരു പ്രൊപ്പഗണ്ടയുടെയും നിരീശ്വരവാദത്തിൻ്റെ വളർച്ചയ്ക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു തനി ചർച്ച തന്നെയാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. എനിക്ക് വാക്കുകൾ പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാം, അതായത് ഇത് സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. അതായത് സത്യം ഒരു ദിവസം വെളിച്ചത്ത് വരും. അന്ന് ഇതെല്ലാം പൊളിയും, നിങ്ങളുടെ ഈ തട്ടിപ്പും പ്രൊപ്പഗണ്ടയെല്ലാം. അവസാനമായിട്ട് ചാൾസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ സാറിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷും കൂടെയാണ് സാർ. ഞങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പറയും കേട്ടോ. അപ്പോൾ
പുള്ളിക്ക് അതായത് എൻ്റെ മോന് 10ാം ക്ലാസ്സിലും +2-നൊക്കെ ഫുൾ മാർക്ക് മേടിച്ചല്ലോ. അപ്പോൾ ഫുൾ മാർക്കല്ല, ഫുൾ A+ മേടിച്ചല്ലോ. അപ്പോൾ ചാൾസ് സാർ നിങ്ങളൊന്ന് അഭിനന്ദിച്ച എൻ്റെ മോന് ഭയങ്കര സന്തോഷവും. കാരണം കാരണം അധ്വാനിച്ച് മാർക്ക് മേടിച്ചല്ലേ. അപ്പോൾ പുള്ളിക്കൊരു സന്തോഷമാകട്ടെ. നന്നായി വാ, ഉയരങ്ങളിലെത്തട്ടെ. അഭിനന്ദനങ്ങൾ. +2-ന് ഫുൾ A+ കിട്ടിയതിന്, അതേപോലെ 10ലും കിട്ടിയതിൽ അഭിനന്ദനങ്ങൾ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് മറ്റു ചർച്ചകളിലേക്ക് ഇതൊരു മാർഗമായി മാറട്ടെ. അപ്പോൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന SC സുധാകരൻ സാർ, അതേപോലെ നമ്മുടെ CJP പ്രതിനിധി, അതേപോലെ നമ്മുടെ ദീപ്തി മാഡം, പിന്നെ നമ്മുടെ മോസസ് സാർ, എല്ലാവർക്കും നന്ദി. ശുഭദിനം. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലത്തെ കണ്ടന്റ്സ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. കാണിച്ചു തരാൻ ഒരുപാട് പേജുകൾ എഴുതേണ്ട വന്നു, സ്ക്രിപ്റ്റ് എഴുതേണ്ട വന്നു. അതുകൊണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ വീഡിയോ. കമ്പാരിറ്റീവ്ലി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ്സ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ പറയുക. എന്തെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ സബ്സ്ക്രൈബ് അടിക്കുക. സോ അത്ര തന്നെ ഉള്ളൂ.